ഈ വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നോക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേൽ ഗാസ. നമ്മൾ 2-3 ദിവസങ്ങളായിട്ട് ആ ഒരു ടോപ്പിക്ക് ടച്ച് ചെയ്തിട്ട് അവിടെ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഡെവലപ്മെൻറ്റ്സിൽ പ്രത്യേകിച്ച് ഗാസയിൽ പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലസ്തീനിയൻ അതോറിറ്റിയെ നയിക്കുന്ന മെഹ്മൂദ് അബ്ബാസ് PLOയുടെ പാർട്ടിയുടെ ചെയർമാനായിട്ട് ഒരാളെ നിയമിക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്ന് പറഞ്ഞ ഹുസൈൻ അൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ വ്യക്തിയെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് മെഹ്മൂദ് അബ്ബാസ്. അതായത് PLOയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ പൊസിഷനാണ് പുള്ളിയെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, PLOയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ. എന്നാൽ ഈ ഹുസൈൻ ഷെയ്ഖിൻ്റെ അജണ്ട എന്താണെന്നുള്ളതും കൂടി വ്യക്തമായിട്ടൊന്ന് പറഞ്ഞേക്കാം. ഇത് മുൻകാലങ്ങളിൽ ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്, എന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ഇയാളുടെ ഐഡിയോളജി ഗാസയെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ജൂവിഷ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ നിലപാടുകൾ എന്താണ്, പ്രത്യേകിച്ച് ഇസ്രായേൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വി വിൽ കണ്ടിന്യൂ പേയിങ് പ്രിസണേഴ്സ് സ്റ്റൈഫൻഡ്. അതായത് ഈ ജയിൽ പുള്ളികളായിട്ട്, അതായത് ഇസ്രായേലിൻ്റെ ജയിൽവാസം കഴിഞ്ഞ് മടങ്ങുന്ന ആൾക്കാർക്കുള്ള സ്റ്റൈഫൻഡുകൾ ഞങ്ങൾ നിർത്തില്ല, അത് തുടർച്ചയായിട്ട് കൊടുക്കും. നമ്പർ 1 പോയിന്റ്. നവംബർ 18 തീയതി 2021 മുതലേ ഈ ഫണ്ട് നിർത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഗ്ലോബലി തന്നെ പല സംഘടനകളുടെ ത്രൂവും ഈ വിഷയത്തിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ ഹുസൈൻ ഷെയ്ഖിനെ പാലസ്തീനിയൻ അതോറിറ്റി PLOയുടെ ചെയർമാൻ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹുസൈൻ ഷെയ്ഖിൻ്റെ ആദ്യത്തെ നിലപാട് തന്നെ ഈ യഹൂദനെ ആക്രമിച്ചിട്ട് പൈസ മേടിക്കാനുള്ള ആ പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാം നിർത്താതെ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് സൂചിപ്പിക്കുന്നത് തുടരെ ഇസ്രായേലിൻ്റെ മേളിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി 2021 മുതൽ ആർക്കൊക്കെ ഈ സ്റ്റൈഫൻഡ് കിട്ടാതിരിക്കുന്നോ അവർക്കെല്ലാം തന്നെ മുൻകാല പ്രാബല്യത്തിൽ ഈ സ്റ്റൈഫൻഡുകൾ കൊടുക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് 2021 മാത്രമല്ല, മാർച്ച് 2019 മുതലേ ചില ആൾക്കാർക്ക് കിട്ടാനുണ്ട്, അവർക്കും എല്ലാം തന്നെ മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കാരാണ്? പലതരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ചെയ്ത ആൾക്കാർ, യഹൂദനെ കല്ലെടുത്തെറിഞ്ഞ ആൾക്കാർ, യഹൂദർക്കെതിരെ ആക്രമണങ്ങൾ അയച്ചുവിടുകയും അവരെ പല കാലഘട്ടങ്ങളിൽ പല രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്തിയ ആൾക്കാരാണ് ഈ പ്രിസണേഴ്സ്. ആ പ്രിസണേഴ്സിന് ഇസ്രായേൽ വെറുതെ റോട്ടി പോകുന്ന ആൾക്കാർ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടതല്ല, ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വയലേഷനിൽ ഏർപ്പെട്ട ആൾക്കാരെയാണ് പിടിച്ചുകൊണ്ട് അതിട്ടിരിക്കുന്നത്. അവർക്കാണ് ഇപ്പം ഈ രീതിയിലുള്ള സ്റ്റൈഫൻഡുകൾ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹുസൈൻ ഷെയ്ഖ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അയാളാണ് ഇനി PLOയുടെ ചെയർമാനായിട്ട് ഇരിക്കാൻ പോകുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമായില്ലേ? ഇപ്പോൾ ഗാസയിൽ സമാധാനം ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര സമാധാനം നടത്താൻ ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പട്ടിയുടെ വാല് 12,000 ആണ്ട് കുഴലിട്ടാലും ആ കുഴലങ്ങ് വലിച്ചു ഊരിക്കഴിഞ്ഞാൽ അപ്പോഴത് ചുരുണ്ട് തന്നെയാണ് ഇരിക്കുക. ഇതാണ് സംഗതി. ഇതിൽ കൂടുതൽ ഞാനൊരു എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ തുറന്നുവിട്ട 154 ഹമാസ് തീവ്രവാദികൾ കെയ്റോയിലാണ് അവർക്കിപ്പം സുരക്ഷാ താവളം ഒരുക്കിയിരിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള ഹോട്ടൽ റിനൈസൻസ് എന്ന് പറഞ്ഞ ആ ഹോട്ടലിലാണ് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വളരെ ലക്സുറി ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് മൊസാദ് വീഡിയോ സഹിതം എടുത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഒരു പ്രിസൈസ് അറ്റാക്ക് ലെബനാന്റെ സൈഡിൽ നടത്തിയിട്ടുണ്ട്. അതായത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാറിനെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. അതിനെ ലക്ഷ്യമാക്കി പ്രിസൈസ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് അക്രം അറബിയ എന്ന് വിളിക്കപ്പെടുന്ന ഹൈദർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇത് റദ്വാൻ ഫോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. റദ്വാൻ ഫോഴ്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റീവ് ആണ് ഈ വ്യക്തി. അപ്പോൾ ഈ വ്യക്തിയെ ടാർഗറ്റ് ചെയ്താണ് ആക്രമണം നടത്തിയത്. ആ വ്യക്തി വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഗാസയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് കളർ ഏരിയ കോട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നിലവിലെ ഗാസ. ബാക്കിയുള്ളത് ഗാസയല്ല കേട്ടോ, അത് മറന്നേക്കുക. ഇനി അത് ഇസ്രായേൽ വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. അതൊരു 99.99% വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിപ്പം ഗാസയിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ IDFന്റെ കൺട്രോളിലാണെന്നാണ് പറയുന്നത്. മെയിനായിട്ടുള്ള കാരണം അതിനുള്ളിൽ അമേരിക്കൻ ഫോഴ്സും കൂടിയുണ്ട്. അമേരിക്കയുടെ ഡ്രോൺ സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ സിവിലിയൻസിനെ വധിക്കുന്നു എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോൺ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഡ്രോണാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഭീമമായ ഡ്രോൺ വെച്ചിട്ടാണ് അമേരിക്ക അവരുടെ സർവൈലൻസ് ഗാസയ്ക്കുള്ളിൽ മോണിറ്റർ ചെയ്യുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മിലീഷ്യ ഗ്രൂപ്പുകൾ, അതായത് ഹമാസിനെതിരെ നിൽക്കുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾ, അവരെ വെച്ചിട്ടാണ് ഗാസയിലെ 4 ഏരിയ ഇപ്പം മോണിറ്റർ ചെയ്യുന്നത്. ആ 4 ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയ്ത്ത് ലാഹിയ, നോർത്തേൺ ഗാസ. ഈ നോർത്തേൺ ഗാസ ഭാഗത്ത് ബെയ്ത്ത് ലാഹിയയാണ് ഇപ്പം ഏറ്റവും ആ ഒരു ഇസ്രായേലിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. ബെയ്ത്ത് ലാഹിയ, പണ്ട് ബെയ്ത്ത് ലാഹിയ എന്ന് പറയുന്നത് ഗാസയ്ക്ക് ഉള്ളിലുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബെയ്ത്ത് ലാഹിയ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ബോർഡറായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അത്രത്തോളം ബഫർ സോൺ എടുത്തിട്ടുണ്ട് ഇസ്രായേൽ. ഞാൻ ഈ കാണിക്കുന്ന ആ ഒരു മാപ്പിൽ ഈ ബെയ്ത്ത് ലാഹിയ എന്ന് പറയുന്നത് അഷ്റഫ് അൽ മൻസി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണിച്ചിരിക്കുന്ന ഏരിയ, ഈ ബെയ്ത്ത് ലാഹിയ ഏരിയ ഈ അഷ്റഫ് അൽ മൻസിയുടെ കൺട്രോളിലാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹമാസിനെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ അഷ്റഫ് അൽ മൻസിയുടെ ടീമുകൾ അവിടെയുള്ള ഹമാസ് തീവ്രവാദികളെ വധിക്കും.
അവർക്കെതിരെ അവിടെ ചേർത്ത് നിൽക്കുന്നത് ഈ അഷ്റഫ് അൽ മൻസി ടീമുകളാണ്. അതായത് ഗാസൻസിനെ കൊണ്ട് തന്നെ ഹമാസിനെ എതിർക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പം IDF ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കളിയാണ്. പക്ഷേ എന്നാൽ ഇപ്പം നിലവിൽ വേറെ മാർഗ്ഗങ്ങളില്ല. കാരണം ഗാസയ്ക്കുള്ളിൽ ഇപ്പം IDFന് അങ്ങോട്ട് കടന്നു കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പ്രോക്സികളെ വെച്ച് മുന്നോട്ട് കളിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് ഗാസ സിറ്റി അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ വരുന്ന സിറ്റിയാണ് ഈസ്റ്റ് ഗാസ സിറ്റി. ഇത് മുമ്പ് സെൻട്രൽ ഗാസ ഭാഗത്ത് പറയപ്പെടുന്നത് ഗാസ സിറ്റി, സെൻട്രൽ ഗാസയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അപ്പം ആ ഭാഗത്ത് ശരിക്കും റാമി ഖലാസ് എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ റാമി ഖലാസിൻ്റെ ടീമുകളാണ് അവിടെ ഹമാസിനെ ചേർത്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗാസ, കാൻ യൂനിസ്, ഈ 2 ഏരിയകളെയും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹുസൈൻ അൽ അസൽ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ്, ആ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ സെൻട്രൽ കാൻ യൂനിസ് ആ ഏരിയയെ മോണിറ്റർ ചെയ്യുന്നത്. കാൻ യൂനിസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾമോസ്റ്റ് സദൻ ഗാസയുടെ ആ ഒരു എൻട്രൻസ് ഏരിയ ആയി. സദൻ ഗാസ പൂർണ്ണമായിട്ടും യാസർ അബു ഷബാബ് എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് സദൻ ഗാസയെ പൂർണ്ണമായിട്ടും മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ തീർച്ചയായിട്ടും റഫ ബോർഡറെല്ലാം ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ്. ഇതാണ് ഗാസയിൽ നിലവിലുള്ള സാഹചര്യം. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്രണ്ടേഷൻസ് ഗാസയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഈ ഹമാസ് തീവ്രവാദികളും ഈ ഗാസ മിലിഷ്യ ഗ്രൂപ്പും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡൊണാൾഡ് ട്രംപ് മലേഷ്യയിലേക്ക് ആസിയാൻ സബ്മിറ്റിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിനിടയിൽ എയർക്രാഫ്റ്റ് റീഫ്യൂവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തറിലുള്ള എയർബേസ് അൽ ഉദൈദ് എയർബേസിൽ ലാൻഡ് ചെയ്തു. ആ ലാൻഡ് ചെയ്ത സമയത്ത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ട്രംപ് പുറത്തോട്ട് ഇറങ്ങിയില്ല. അതേസമയം ഖത്തറിൻ്റെ രാജാവ് ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് അൽ ഉദൈദ് എയർബേസിലേക്ക് സന്ദർശനം നടത്തുകയും എയറോപ്ലെയിനിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡിസ്കഷൻ, ആ ഡിസ്കഷൻ ഫ്രണ്ട്ലി ഡിസ്കഷനാണ്, വേറെ ഒന്നും തന്നെ അവിടെ സംസാരിച്ചില്ല. ജസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെയധികം ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് ചെയ്യുകയും ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതായിട്ടുള്ള പല ഡയലോഗുകളൊക്കെ അടിച്ചിട്ടാണ് ട്രംപ് അവിടെ നിന്ന് പോയത്. അപ്പം ആ ഒരു ഫ്ലൈറ്റിനകത്ത് തന്നെ വെച്ച് കണ്ടു. പ്രോബബ്ലി ഇത് നിങ്ങളുടെ ആദ്യത്തെ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും, നിങ്ങളൊരു അമേരിക്കൻ പ്രസിഡന്റിനെ ഇങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ വന്ന് കാണുക എന്നുള്ള രീതിയിലുള്ള ചില ഡിസ്കഷൻസ്, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷനാണ്. ആ ഡിസ്കഷൻ കഴിഞ്ഞ് ഇതും ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് നേരെ മലേഷ്യയിൽ പോയി ഇറങ്ങുന്നു ട്രംപ്. അവിടെ ഡാൻസ് കളി, ട്രംപിൻ്റെ ട്രേഡ് മാർക്കായിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടല്ലോ, മറ്റേ ഡാൻസ്, ഈ ഡാൻസ് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ആസിയാൻ സബ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പിന്നെ എവിടെ തിരിഞ്ഞാലും സമാധാനമാണ്, ട്രംപിന് എവിടെ തിരിഞ്ഞാലും സമാധാനമാണ്. പക്ഷേ വെനിസുലയുടെ സൈഡിൽ തിരിയുമ്പം സമാധാനമില്ല. അപ്പോൾ അവിടെ വെനിസുലയെ ആക്രമിക്കാൻ തന്നെയാണ് തീരുമാനിച്ച് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ രീതിയിലുള്ള ഫോഴ്സാണ് അങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, USS ജെറാൾഡ് എന്ന് പറഞ്ഞ മാസീവായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കരിയറാണ് അങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. ഇവർ പറയുന്നത് പോലെ ഈ മരുന്ന് കച്ചവടം നടത്തുന്ന ബോട്ടുകൾ ഇതൊക്കെ തച്ച് തകർക്കാനാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മാസീവായിട്ടുള്ള ഒരു കരിയർ ഫോഴ്സിനെ മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ കരിയർ ഫോഴ്സിനെ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബില്യൺ കണക്കിൽ ഡോളർ ചിലവ് വരുന്ന പരിപാടിയാണ് ഈ കരിയർ ഫോഴ്സിനെ മൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എയർക്രാഫ്റ്റ് കരിയർ മൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു പടയൊരുക്കമാണ് വെനിസുലയുടെ മുന്നിൽ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക എന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടുണ്ട്. പണ്ട് ഇറാഖിൽ ഇതേപോലെ തന്നെയാണ് അവരുടെ നാറ്റോ സഖ്യത്തിനെ കൊണ്ടുവന്ന് അവിടെ എന്തൊക്കെയോ ആണവായുധമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാഖിലേക്ക് വന്ന് ലാൻഡ് ചെയ്തത്. എന്നിട്ട് ഇന്ന് എന്താണ് അവസ്ഥ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇറാഖ് എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തിനെ തന്നെ പിച്ചി ചീന്തി ചിന്നാഭിന്നമാക്കിയിട്ട് ഇന്ന് അവിടെ ഒരുപാട് ഓയിൽ റിഗുകളുണ്ട്. ഈ ഓയിൽ റിഗുകളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് അമേരിക്കയുടെ ഷെവറോൺ പോലത്തെ കമ്പനികളൊക്കെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണോ അത് അവരെടുത്ത് കഴിഞ്ഞു. എന്നിട്ട് അമേരിക്ക വളരെ സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആയുധങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ബാക്കൗട്ട് അടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ എണ്ണ കമ്പനികളുണ്ടല്ലോ, അമേരിക്കൻ എണ്ണ കമ്പനികൾ, അവരിപ്പോഴും ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നും എണ്ണ എടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. വലിയ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തവർ ഏതെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം വിയറ്റ്നാമിനെ ചൂണ്ടിക്കാണിക്കാം. പിന്നെ നമുക്ക് അഫ്ഗാനിസ്ഥാനെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അഫ്ഗാനിസ്ഥാനിലൊക്കെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. 20 വർഷം അവിടെ കിടന്ന് ഇഴയുകയാണ് ചെയ്തത് അമേരിക്കൻ ആർമി. പിന്നെ ചെറിയ രാജ്യങ്ങളെയൊക്കെ അവർ ഇതേപോലെ ഭീഷണിപ്പെടുത്തും. പിന്നെ അമേരിക്കൻ ഫോഴ്സിൻ്റെ അടുത്ത്, ശരിക്കും അമേരിക്കൻ കരിയർ ഫോഴ്സിൻ്റെ അടുത്ത് ഇത്രമാത്രം എയർക്രാഫ്റ്റുകളും കൊണ്ടുവരുന്ന ഒരു എയർക്രാഫ്റ്റ് കരിയറിൻ്റെ മുന്നിലൊന്നും വെനിസുലയ്ക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. വെനിസുലയുടെ ആർമി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ആർമിയാണ്. അവർ മൊബിലൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്കൻ ആർമിയുടെ മുന്നിൽ അവർക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ട്രംപിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഇമ്പീരിയലിസമാണ്. ഈ ഇമ്പീരിയലിസം കൊണ്ടു നടക്കുന്ന ആളാണ് ട്രംപ്. ആ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റ്, അത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അതായത് എൻ്റെ രാജ്യത്തിന് മുന്നിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം നടത്തുന്ന ഒരു രാജ്യം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ട്രംപ് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്. പിന്നെ അതിലുപരിയായിട്ട് ആ രാജ്യത്തിന് ഇതുപോലെ സോഷ്യലിസ്റ്റ് ഭരണകൂടം നയിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ എണ്ണയും ഫോസിൽ ഫ്യൂലും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പം എണ്ണയും പ്രകൃതിവാദവും അതുപോലെ തന്നെ നാച്ചുറൽ എലമെൻറ്റ്സ് എല്ലാം ഉള്ളൊരു രാജ്യം.
അപ്പോൾ എന്തുകൊണ്ട് നമുക്കതിനെ കൈക്കലാക്കിക്കൂടാ എന്ന് ട്രംപ് ചിന്തിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അടുത്ത് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യ ഇന്നലെ രാത്രി മുഴുവനും നേരം വെളുക്ക ആക്രമണം. കീവ് നഗരത്തിലാണ് ആക്രമണം. കീവ് നഗരത്തിൽ എനർജി സ്റ്റേഷൻ മൊത്തം അടിച്ച് തവിട് പൊടിയാക്കി കളഞ്ഞിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ കൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. നിന്ന് കത്തുകയാണ് കീവ്. സെലൻസ്കി ഉറക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു, ഒന്നും അറിഞ്ഞില്ല പാവം. നേരം വെളുത്ത് നോക്കിയപ്പോഴാണ് സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇതാണ് അവസ്ഥ. റഷ്യ തൂത്ത് പറക്കി കളഞ്ഞിരിക്കുകയാണ് കീവ് എന്ന് പറഞ്ഞ നഗരത്തിന്. റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇനി യുക്രൈനുമായിട്ട് യാതൊരു സമാധാന ചർച്ചയ്ക്കും ഒരു സംഭാഷണത്തിനും തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആക്രമണങ്ങൾ തുടരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മാപ്പിൽ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഉക്രൈൻ്റെ സോൾജേഴ്സ് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൽ ബ്ലൂ കളർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വളരെ ചെറിയ സ്ഥലങ്ങൾ മാത്രമാണ് ഇവിടെ ബ്ലൂ കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പിന്നെ ഇതിനകത്ത് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് റഷ്യയുടെ ട്രൂപ്പ് ഫ്രണ്ട് ലൈനിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ആ യെല്ലോ ലൈൻ. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് ഗ്രൗണ്ട് ഫോഴ്സ് റഷ്യ മൂവ് ചെയ്യുകയാണ്, മൂവിങ് ഫോർവേഡ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 11,000 സോൾജേഴ്സാണ് നോർത്ത് കൊറിയയിൽ നിന്നും റഷ്യയ്ക്ക് വേണ്ടിയിട്ട് പടപൊരുതാൻ വേണ്ടിയിട്ട് വന്നത്, കിം ജോങ് ഉൻ അയച്ചു വെച്ചിരുന്നത്. അതിൽ ഏതാണ്ട് 6,000 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പം പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ നോർത്ത് കൊറിയയിൽ നിന്നും റഷ്യയിലേക്ക് ഭടന്മാരെ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും നോർത്ത് കൊറിയയിലുള്ള സോൾജേഴ്സ് കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരാൾക്ക് $2,000 ശമ്പളം കിട്ടും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ജീവൻ നിലനിർത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിന് പോകാൻ തയ്യാറല്ല എന്നാണ് നോർത്ത് കൊറിയയിലുള്ള സോൾജേഴ്സ് പലരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ കിം ജോങ് ഉന്നെ അറിയാമല്ലോ, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തട്ടിക്കളയും. അതാണ് സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പോകുന്നതായിട്ടാണ് കേൾക്കുന്നത്. ക്യൂബയിൽ നിന്നും സോൾജേഴ്സിനെ റഷ്യ വിലയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും വരുന്നു. ഇതൊക്കെ പോപ്പുലേഷൻ ഡിമിനിഷ് ആയതിൻ്റെ പ്രശ്നങ്ങളാണ്. നല്ല രീതിയിലുള്ള പോപ്പുലേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ റഷ്യ കുറച്ചുകൂടെ സ്ഥലങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കയറി പിടിച്ചേനെ. കാരണം പാട്രിയോട്ടിസം ഉള്ള സോൾജേഴ്സ് ഇല്ല. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. റഷ്യയുടെ ഒരു പ്രതിസന്ധി കൂടിയാണത്. റഷ്യ പോലത്തെ ഒരു രാജ്യത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ ഫ്രണ്ട് ലൈനിൽ കയറി പിടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റഷ്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന് വെച്ചാൽ അവരുടെ അടുത്ത് മാസീവായിട്ടുള്ള ലാൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ കയറി പിടിച്ചിട്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഒരു പരിധി വരെ പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇനി ഇവരെ എങ്ങനെ കൂടുതൽ ഇപ്പോൾ യൂറോപ്പിനെയോ അതുപോലെ തന്നെ ഉക്രൈനെയോ എല്ലാം ഇപ്പോൾ റഷ്യ കയറി പിടിക്കുന്നു വെച്ചോ, ഇതിനകത്തൊരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട്. കാരണം ഈ യൂറോപ്പ് എല്ലാം തന്നെ ഒരുപാട് ഈ എനർജി സോഴ്സ് വേണ്ട സ്ഥലങ്ങളാണ്. കാരണം അത്രമാത്രം തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്കും കൂടി റഷ്യയുടെ റിസോഴ്സുകൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് റഷ്യ അങ്ങനെ കയറി പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ പിടിച്ചിട്ട് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് ഉക്രൈനിലെ സെലൻസ്കി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഉക്രൈൻ ഒരു പരിധി വരെ അടങ്ങാത്തൊരവസ്ഥയാണ്. വീണ്ടും ആക്രമണം നടത്താൻ വേണ്ടി തന്നെ പല രീതിയിലുള്ള സോഴ്സുകൾ സംഘടിപ്പിക്കുകയാണ്. ഇപ്പം നാറ്റോ സഖ്യം ഉക്രൈൻ്റെ ഉള്ളിൽ തന്നെ ചില ആയുധങ്ങളൊക്കെ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട് നാറ്റോ സഖ്യം. അപ്പം റഷ്യ പറഞ്ഞിരിക്കുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കൽ ചർച്ചയാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ്, അല്ലാതെ സീസ് ഫയർ 1 മാസത്തേക്ക് 2 മാസത്തേക്ക് ഈ പരിപാടി ഒന്നും വേണ്ട. അതായത് നിങ്ങൾ ഒന്നുകൂടെ അങ്ങ് അതായത് ഉക്രൈൻ ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് ആയുധങ്ങളൊക്കെ സമാഹരിച്ചിട്ട് വീണ്ടും വന്ന് റഷ്യ അടിക്കേണ്ട ഒരു സാഹചര്യം, അതിന് ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ രീതിക്ക് മണ്ടത്തരം കാണിക്കുന്നില്ല. ത്രൂ ഔട്ട് നോൺ സ്റ്റോപ്പായിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ താല്പര്യം ഏതാണ്ട് സീസ് ഫയർ ആണെന്നുണ്ടെങ്കിൽ, പെർമനൻ്റ് ആയിട്ട് ഒരു ബോർഡർ വരച്ച് യുദ്ധം അവസാനിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. സൽമാൻ ഖാൻ ഇന്നലെ GCC മേഖലയിൽ, എനിക്കൊന്ന് അബുദാബിയിലാണെന്ന് തോന്നുന്നു, സംസാരിച്ച സമയത്ത് ബലൂചിസ്ഥാൻ ഒരു സെപ്പറേറ്റ് രാജ്യമാണ്, അത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. ഇത് കോളിളക്കം സൃഷ്ടിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. എന്തായാലും സൽമാൻ ഖാൻ ഇങ്ങനെ പറഞ്ഞു. അത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. ബലൂച്ചികൾ എന്തായാലും സന്തോഷത്തിലാണ്. പക്ഷെ അതേസമയം സൽമാൻ ഖാൻ്റെ സിനിമ ഇനി പാകിസ്ഥാനിൽ ഞങ്ങൾ കാണില്ല, റിലീസ് ചെയ്യില്ല എന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആണവായുധം ഇല്ല എന്ന് മുൻ CIA ഉദ്യോഗസ്ഥൻ ജോൺ കിരിയാക്കോസ് വിളിച്ചു പറഞ്ഞത് ശരിക്കും പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്തൊരവസ്ഥയായിപ്പോയി. കാരണം അവർ ന്യൂക്ലിയർ അംബ്രല്ല, ഞങ്ങൾ ഭയങ്കര ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് മിഡിൽ ഈസ്റ്റിൽ ഇതുപോലെ OIC മീറ്റിങ്ങിലൊക്കെ പോയിട്ട്, അറബ് ലീഗിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് തിളങ്ങുന്ന ആൾക്കാരാണ് ഈ ആണവായുധത്തിൻ്റെ പേരിൽ. പക്ഷേ ഇപ്പോൾ ജോൺ കിരിയാക്കോസ് പറഞ്ഞിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ സാധനമാണ്. അമേരിക്ക, അതായത് പർവേഷ് മുഷറഫ് പൈസ വാങ്ങിച്ചിട്ട് ഈ സാധനം അമേരിക്കയ്ക്ക് വിറ്റ് കളഞ്ഞിരിക്കുന്നു, ഇതിൻ്റെ പെർമിഷനും ഇതിൻ്റെ അവകാശങ്ങളും എല്ലാം. അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ആണവായുധം അമേരിക്കയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ഈ ജോൺ കിരിയാക്കോസ് പറഞ്ഞു വെച്ചത്. അതിലൂടെ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഇത് വലിയൊരു നാണക്കേടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഖ്വാജ ആസിഫ് പലതും, ഈ ഖ്വാജ ആസിഫ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററാണ്. പല വിഡ്ഢിത്തരങ്ങളും പുള്ളി വിളിച്ച് പറയും. ഞങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ചർച്ച നടത്തും, ആ ചർച്ച പരാജയപ്പെട്ടാൽ ചെയ്യും, പാകിസ്ഥാൻ യുദ്ധത്തിന്റെ വാതിലുകൾ അങ്ങ് തുറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഓപ്പൺ ഫോർ വാർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ പാകിസ്ഥാൻ തുരുതര അടിവേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അണുബോംബ് പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നൊരാൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അഫ്ഗാനിസ്ഥാൻ്റെ അടുത്ത് പോയിട്ട് ഇനിയും അടിവേടിച്ച് കൂട്ടാനുള്ള ഏർപ്പാടാണ് ഇപ്പോൾ ഈ ഖ്വാജ ആസിഫ്. വാവച്ചിട്ടും ഉണ്ടായിരുന്നാൽ പോരെ,
ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ. പാകിസ്ഥാൻ്റെ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മറിയം നവാസ്, നവാസ് ഷെരീഫിൻ്റെ മകളാണ് മറിയം നവാസ്. ഈ മറിയം നവാസിനെ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് തോളത്ത് അടിച്ചൊരു കേസുണ്ട്. അതായത് ഈ TLP എന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ പ്രതിഷേധം നടത്തിയ ആൾക്കാർ, ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് തോളത്തടിച്ചത്. അതായത് ചീഫ് മിനിസ്റ്റർ അടിക്കുകയാണ് തോളത്ത്. ലേഡിയാണെന്നുള്ള കൺസേൺ ഒന്നുമില്ല. അതാണ് പാകിസ്ഥാൻ, അത് മനസ്സിലാക്കണം. ഇന്നലെയും അവർ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കുറേ പാകിസ്ഥാനികൾ, അതും ഈ TLP എന്ന് പറഞ്ഞ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ അവരെയാണ് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറേ ആൾക്കാർ അവരെ വളയുകയാണ്, അവരെ സർക്കിൾ ചെയ്യുകയാണ്. അങ്ങനെ പേടിച്ചിട്ട് അവരെ ഒരു റെസ്ക്യൂ ടീം വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രംഗമാണ് അവിടെ സംഭവിച്ചത്. പാകിസ്ഥാനിലാണെങ്കിൽ ബനസീർ ഭൂട്ടോയ്ക്ക് സംഭവിച്ചത് എന്താണ്? ഇതുപോലെ പലതും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പാകിസ്ഥാനിൽ ഒരു പൊളിറ്റീഷ്യൻ ആവുക, അതും ലീഡിങ് പൊളിറ്റീഷ്യൻ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തിനാണ്? സർവൈവ് ചെയ്യാൻ വലിയ പാടാണ്, തട്ടിക്കളയും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടോ ചീഫ് മിനിസ്റ്റർ ആയിട്ടോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നാട് വിടുക എന്നുള്ളതാണ് പതിവ്. കാരണം പിന്നീട് അവിടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഇലക്ഷൻ വരുന്ന സമയത്ത് അവർ ഈ പുറം രാജ്യത്ത് നിന്ന് അവിടെ വന്ന് ഇറങ്ങുന്നതാണ് പതിവ്. അതുകൊണ്ടാണ് ഇവർക്കെല്ലാം തന്നെ അന്യരാജ്യത്ത് സ്വത്തുക്കൾ സമ്പാദിച്ച് സ്വരുക്കൂട്ടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നവാസ് ഷെരീഫ് ഇപ്പം പാകിസ്ഥാനിൽ നിന്നും UK പോയി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പല പാകിസ്ഥാനിലെ ചീഫ് മിനിസ്റ്റർമാരും ഗൾഫ് മേഖലകളിലാണ് താമസം. കാരണം ജീവന് സുരക്ഷയില്ല. പക്ഷേ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് നിങ്ങൾ ഒരു ദിവസം ആ കസേരയിൽ ഇരുന്നാലും നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് സേഫായിട്ട് താമസിക്കാം ഇന്ത്യക്കുള്ളിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിലുള്ള വലിയ വ്യത്യാസം. പാകിസ്ഥാൻ ഒരു ആർമി ചീഫ് ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്യും. കഴിഞ്ഞ ഒക്ടോബർ 24-ാം തീയതി ഏതാണ്ട് ഹാഫ് ഡേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ബംഗ്ലാദേശിൻ്റെ ആർമിയും പാകിസ്ഥാൻ്റെ ആർമിയും തമ്മിൽ എന്തൊക്കെയോ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ തൊട്ടടുത്തിരുന്നുകൊണ്ട് നമ്മളുടെ കഷത്തിൻ്റെ അടി കിടന്നുകൊണ്ട് വലിയ രീതിയിൽ പ്ലാൻ ചെയ്യാനൊന്നും ഇന്ത്യൻ ഇൻ്റലിജൻസ് അനുവദിക്കില്ല. അപ്പോൾ അത് ഇന്ത്യയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വരും. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ ആർമിയും പാകിസ്ഥാൻ്റെ ആർമിയും തമ്മിൽ ഒരു ഹാഫ് ഡേ ഗൂഢാലോചന നടത്തി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. കുറച്ച് പ്രസക്തമായ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.